വാട്ട് ഡോക്യുമെന്റ്സ് ആൻഡ് ലീഗൽ സ്റ്റെപ്സ് ആർ നീഡഡ് ടു സ്റ്റാർട്ട് ആൻ ഓൺലൈൻ ബിസിനസ് ഇൻ ദുബായ്? അവിടുന്ന് തുടങ്ങാം. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദുബായിൽ നമ്മൾ ഇ കൊമേഴ്സിനെ പറ്റി തന്നെ പറയാം. നമ്മൾ ഇ കോം ഷോ ആണല്ലോ, ബാക്കി ബിസിനസ്സുകൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ദുബായിലല്ല യു എ ആസ് എ കൺട്രി, യു എയിൽ ഇ കൊമേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. ആദ്യത്തെ കാര്യം ലൈസൻസ് ആണ്. ലൈസൻസ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് ഇല്ലാണ്ട് പലരും പറയും നമുക്ക് ലൈസൻസ് ഇല്ലാണ്ട് ആമസോണിൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷെ ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സസ് വന്നിട്ടുണ്ട് യു എയിൽ. അപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫൈനും മറ്റുള്ള കാര്യങ്ങളും വരും. കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് 2 ടൈപ്പ് ലൈസൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഒരു സ്റ്റോറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമുക്കൊരു ഡയറക്റ്റ്ലി ആളുകൾക്ക് വന്ന് വാക്കിൻ ചെയ്യണ ഒരു സ്റ്റോറ്, അത് കണക്ട് ചെയ്തിട്ടൊരു ഓൺലൈൻ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലാൻഡിൽ ലൈസൻസ് തുടങ്ങണം. അതായത് നമുക്ക് ഫിസിക്കലി നമ്മളവിടെ പ്രസൻ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈസൻസ് ഉണ്ട്. രണ്ടാമത്തത് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യണ്ട, അതായത് നമ്മളവിടെ വേണ്ട, നമ്മൾ ഫുള്ളി ഓൺലൈനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സോൺ ലൈസൻസ് ഉണ്ട്. അതായത് ഫിസിക്കൽ സ്പേസ് ഇല്ലെങ്കിൽ, ഫിസിക്കൽ സ്പേസ് നമുക്ക് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സ് വാക്കിൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സിന് നമുക്ക് ഫ്രീ സോൺ ലൈസൻസ് മതി. ഓക്കെ. അതായത് ഫ്രീസ് എവിടെയും ഫിസിക്കൽ സ്പേസ് ഇല്ല, വേണ്ട. ഫിസിക്കൽ സ്പേസ് ഇല്ലാണ്ട് നമുക്ക് റെൻ്റലൊന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് ഫ്രീ സോൺ ലൈസൻസസ് നമുക്ക് മതി. അപ്പോൾ ഈ ഫ്രീ സോൺ ലൈസൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ വേണ്ട, ഫിസിക്കലി വേണ്ട, നമ്മളും വേണ്ട. നമുക്ക് ഇവിടെ ഈ കോഴിക്കോട് ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ലൈസൻസ് എടുക്കാം. നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ്, നമ്മളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തുടങ്ങാൻ പോണ ബിസിനസ്സിൻ്റെ കാറ്റഗറി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. അതായത് ഫുള്ളി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഫുള്ളി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കൺസൾട്ടൻസീസ് ഉണ്ട്. അവരായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു സർവീസ് ചാർജിൽ അവരത് ചെയ്തു തരും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് തുടങ്ങാൻ പോണ ബിസിനസ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് ഇപ്പോൾ ദുബായിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗാർമെൻറ്റ്സ് ഒരു ബ്രാൻഡ് അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് കിട്ടും. ജനറൽ ട്രേഡിംഗ് പ്ലസ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ലൈസൻസസ് അവൈലബിൾ ആണ്. അത് രണ്ടിലും ഫ്രീ സോണിലും മെയിൻലാൻഡിലും ഫിസിക്കൽ സ്പേസ് വേണം. മെയിൻലാൻഡിലാണ്. അപ്പോൾ ഫിസിക്കൽ സ്പേസ് ഇല്ലാത്ത ഓപ്ഷനും ഉണ്ട്. അത് നെക്സ്റ്റ് ഇയറിൽ ഫിസിക്കൽ സ്പേസ് കൊടുത്താൽ മതി എന്നുള്ള ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട്. അത് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റാണ്, സർവീസാണോ പ്രൊഡക്റ്റാണോ ഇതിനൊക്കെ വച്ചിട്ടിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ ലൈസൻസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ടാസ്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വേണം. കാരണം നമ്മൾ ഓൺലൈനാണ്, ഇ കൊമേഴ്സാണ്, നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്ക് വേണം. അതെ. ക്യാഷ് ഓൺ ഡെലിവറി, നമ്മുടെ ഫുൾഫിൽമെൻറ്റ് പാർട്ണർ ക്യാഷ് ഓൺ ഡെലിവറി മേടിച്ചാൽ ആ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ അതിന് വീണ്ടും അനദർ 10 to 15 ഡേയ്സ് ബാങ്ക് അക്കൗണ്ടിന് വേണം. അപ്പോൾ ടോട്ടലി ഒരു 22 ഡേയ്സ് നമുക്ക് ഈ പറയുന്ന പോലെ ലൈസൻസ് എടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഇത് രണ്ടുമാണ് ഏറ്റവും മേജർ ടാസ്ക് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ദുബായ്. റൈറ്റ്. ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ലൈസൻസ് എടുത്തു, ബാങ്ക് അക്കൗണ്ട് എടുത്തു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്ത്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഓൺലൈൻ സ്റ്റോർ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ അവിടെ പുതുതായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഷോപ്പിഫൈയോ അല്ലെങ്കിൽ വേറെ ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണെങ്കിലും നമ്മുടെ സ്റ്റോർ ബിൽഡ് ചെയ്ത് വെക്കുക. അതിന് ലൈസൻസ് ഒന്നും വേണ്ട. പാരലലി നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങി വെക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ആ 1 മന്ത് നമുക്ക് ലാഭിക്കാം. കാരണം അത് പിന്നെ ഒന്നെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കാത്തുകയായിരിക്കും, അല്ലെങ്കിൽ കൺസൾട്ടൻസ് അത് ചെയ്യുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ ആ 1 മാസം കൊണ്ട് നമ്മൾ സ്റ്റോർ ബിൽഡ് ചെയ്ത് പ്രൊഡക്റ്റ് ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയ ഇതെല്ലാം ചെയ്യാം. അതിനൊന്നും ഒരു ലൈസൻസും വേണ്ട. അതെ. ഇതൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബിൽഡിംഗ് പബ്ലിക്കും ചെയ്യാം. അതൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പ്രോബ്ലം അല്ല. മാർക്കറ്റിംഗ് എല്ലാം നേരത്തെ തുടങ്ങാം. വൺസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്, അത് നമ്മൾ സെല് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ വേണം. ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഇവിടെയാണല്ലോ നിൽക്കുന്നത്, അപ്പം നമ്മൾക്ക് അവിടെ വെയർ ഹൗസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഫുൾഫിൽമെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മളിവിടുന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് ദുബായിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയർ ഹൗസിൽ നമുക്കൊരു പെർ പല്ലറ്റ് സ്പേസിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ പെർ കാർട്ടണിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ്, ലൈസൻസ് എടുത്തു,
അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു, അതിനുശേഷം ഒരു ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും, അതായത് ബേസിക്കലി നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യും, അവിടെ ആ ഇമ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ നോക്കിക്കോളും. അവർ നോക്കിക്കോളും. ഈവൻ ദർ ആർ പാർട്ട്നേഴ്സ് ഹൂ ക്യാൻ ടേക്ക് ദ പ്രൊഡക്റ്റ് ഫ്രം യുവർ വെയർഹൗസ് ഇൻ കേരള ഇറ്റ്സെൽഫ്. ഇവിടെ മുതൽ എൻഡ് ടു എൻഡ് ചെയ്യുന്ന കമ്പനീസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ കൊണ്ട് വെച്ച് ഇവർ തന്നെ ഡെലിവറി ചെയ്യും, ഇവർ തന്നെ പിക്ക് ആൻഡ് പാക്ക് ചെയ്യും, ഇവർ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ബൾക്കാണ്, കാർട്ടണിൽ ബൾക്കായിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ലൂസ് പാക്കിങ് ചെയ്യുന്നു, പെർ ഓർഡർ ബേസിസിൽ ഡെലിവറിയും ചെയ്യും. അതും ഹോൾ GCC ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദുബായ് മാത്രമല്ല, UAE മാത്രമല്ല, ദുബായിൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ GCC അവർ ഡെലിവറി ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാതെ എനിക്ക് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് സച്ച് ആൻ ഓപ്ഷൻ എക്സിസ്റ്റഡ്. അത് ദുബായിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു വെയർ ഹൗസിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് GCCയിൽ എവിടെ ബിസിനസ് ചെയ്യണമെങ്കിലും. പക്ഷെ ആ കേസിൽ നമ്മൾ ബാക്കിയില്ല, ഇവിടെ ഒന്നും നമ്മൾ ലൈസൻസ് എടുക്കുന്നില്ല. വേണ്ട, ലൈസൻസ് വേണ്ട. ദുബായ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് GCCയിൽ ഡെലിവറി ചെയ്യും, ക്രോസ് ബോർഡറിൽ പോയിക്കോളും. ഓ, അത് ശരി. അപ്പം ഓക്കെ, അതായത് നമ്മൾ സാധനം ദുബായിൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ ലൈസൻസ് എടുക്കുന്നത്. അതെ. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിലുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ലൈസൻസ് എടുക്കണം, ഇപ്പോൾ ദുബായിൽ പോയി ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യുക, ദുബായിൽ വിൽക്കുക, ആൻഡ് ദെൻ യു ഷിപ്പ് ഇറ്റ് ഫ്രം ഹിയർ. അത് പോസിബിൾ അല്ലേ? അതും പോസിബിൾ ആണ്. അതാണ് ക്രോസ് ബോർഡർ ഇ-കൊമേഴ്സ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ആലിബാബയുടെ എക്സാമ്പിൾ എടുക്കുക, ആലി എക്സ്പ്രസിൻ്റെ എക്സാമ്പിൾ എടുക്കുക, ഇപ്പോൾ തിമു ഉണ്ട്, അതുപോലെ തന്നെ ഷെയിൻ ഉണ്ട്, അങ്ങനെ പല 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 ചൈനീസ് കമ്പനീസ് ഉണ്ടല്ലോ. അവരെല്ലാവരും ചെയ്യുന്നത് ഈ ക്രോസ് ബോർഡർ ഇ-കൊമേഴ്സ് ആണ്. ഇനീഷ്യലി അവർ ഒരു സ്ഥലത്ത് ഒരു ലൈസൻസ് എടുക്കില്ല, ദെൻ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ ലൈസൻസ് എടുക്കുന്നത്. അതായത് അതിനുള്ള ബിസിനസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ലൈസൻസിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഫുൾഫിൽമെന്റ് പാർട്ട്നേഴ്സിന്റെ വാല്യൂ ഉള്ളത്. ഈവൻ ആമസോൺ വരെയും ഇങ്ങനെ തന്നെയാണ് പല കൺട്രീസിലും ചെയ്യുന്നത്. കറക്റ്റ്. ഓൺ ബിഹാഫ് ഓഫ് ആമസോൺ ദിസ് fulfillment partner is clearing all the imports to any countries. അങ്ങനെ ആകുമ്പോൾ എന്നാൽ വേറൊരു ഓപ്ഷനും കൂടിയും. ഇപ്പം നമുക്ക് ഒന്ന് ഡെലിവറി കുറച്ച് സ്ലോ ആവും. അതായത് ഇപ്പം എല്ലാവർക്കും 10 മിനിറ്റ് ഡെലിവറി ആണല്ലോ വേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു വെയർ ഹൗസ് കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല ഹൈപ്പർ ലോക്കൽ, അതായത് ലാസ്റ്റ് മൈൽ ഡെലിവറി മാത്രം ഈ ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ ഓപ്പറേറ്റ് ചെയ്താൽ പോരെ വിത്തൗട്ട് എ ലൈസൻസ് ഇൻ ദാറ്റ് കൺട്രി. അങ്ങനെ നമുക്ക് ചെയ്യുന്നതിന് കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ടു ഓർഡർ ബേസിസിൽ ചെയ്യണം. അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫുൾഫിൽമെൻറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈവൻ ദേ വിൽ വർക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് എ ലൈസൻസ് ഇൻ ദുബായ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സേ ബ്ലൂ ടൈഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഹാൽ പറഞ്ഞ വോക്കറു കമ്പനിയാണ്. അവൻ ചെയ്യുന്നത് ദേ ഹാവ് സൺസ്ക്രീൻ ജാക്കറ്റ്സ്, പിന്നെ അതേപോലെ ട്രാക്ക് പാൻസും ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഫ് ദേ വാണ്ട് ടു കം ടു ദുബായ് ഇപ്പോൾ അവർ ഫുള്ളി ഫിഗർഡ് ഔട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്താ ചെയ്യേണ്ടത് അറിയാം, UGC വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സാധനം അവിടെ എത്തിയാൽ മതി. അവൻ്റെ കേസിൽ എങ്ങനെ ചെയ്യാം നമുക്ക്? ഇപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ നിന്ന് അയക്കുന്നതിനേക്കാളും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ദെയർ, ബിക്കോസ് Dubai is a very competitive market. Not Dubai, the GCC is a very competitive market. വേൾഡിലെ ഏത് കൺട്രീസിലുള്ള പ്രൊഡക്ട്സും ദുബായിൽ നമുക്ക് ഇ-കൊമേഴ്സ് ത്രൂ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ എന്താണ് നിഹാൽ ചെയ്യേണ്ടത്? സ്പീഡ്, ദ ഡെലിവറി സ്പീഡ്. ഈ സൺസ്ക്രീൻ ജാക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നതാണോ ഒരാൾ ഓർഡർ ചെയ്യുന്നത്, അതോ നെക്സ്റ്റ് ഡേ ഡെലിവറി അവർ സെയിം ഡേ ഡെലിവറി കിട്ടുന്നതാണ് അവർക്ക്? സെയിം ഡേ അല്ല, ഇപ്പം 30 മിനിറ്റ് ഡെലിവറി. 30 ഇപ്പം ഈവൻ നിഹാലിന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഡാർക്ക് വെയർ ഹൗസസ് ഉണ്ട്, ഡാർക്ക് സ്റ്റോഴ്സ് ഉണ്ട്, പല ഡെലിവറി കമ്പനീസ് ഇപ്പം അതും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ആൻ അവർ ഓർ വിത്തിൻ ആൻ ഹാഫ് ആൻ അവർ നമുക്ക് ഡെലിവറി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും വിത്ത് ദ സെയിം കോസ്റ്റ്. ഇതൊരു സൺസ്ക്രീൻ ജാക്കറ്റ് ആയതുകൊണ്ട് ഒരു ബൈക്കിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. അതൊരു കാർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മിനി വാൻ ആണെന്നുണ്ടെങ്കിലാണ് ഡെലിവറി കോസ്റ്റ് കൂടുന്നത്. ബൈക്ക് ഡെലിവറീസിന് നമുക്ക് മാക്സിമം ഒരു 20 to 30 ദിർഹംസ് കൊടുത്താൽ മതി. അത്രയും കൊടുക്കണ്ട സത്യത്തിൽ, തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് ഇപ്പോൾ ദുബായ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിയുടെ ഏത് ഭാഗത്തും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 60 ദിർഹംസ് ആണ് വരുള്ളൂ വിത്തിൻ 20 മിനിറ്റ്സ് ഡെലിവറി ചെയ്യണതിന് മാക്സിമം. അപ്പം നമ്മൾ ആ കസ്റ്റമറിന്റെ നമുക്കൊരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും എവിടെ നിന്ന് ഓർഡർ കൂടുതൽ വന്നേന്ന്. അവിടെ നമുക്കൊരു ഡാർക്ക് വെയർ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ സാധനം ഷിപ്പ് ചെയ്താൽ ചിലപ്പോൾ 10 ദിർഹംസിന് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും.
അതായത് ബേസിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ ഹാസ് എ മച്ച് ബിഗർ മാർക്കറ്റ് ഇൻ GCC. അതായത് ജസ്റ്റ് അവർ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സ് ആണ്, അവർക്ക് ലൈസൻസ് എടുക്കുന്ന പ്രശ്നമല്ല. നേരെ പോവുക, ലൈസൻസ് എടുക്കുക, അവിടെ ഒരു വെയർ ഹൗസിൽ തൽക്കാലം സ്റ്റോർ ചെയ്യുക, ഫിഗർ ഔട്ട് വേർ യുവർ ഓർഡേഴ്സ് ആർ കമ്മിങ് ഫ്രം, എന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുക സാധനം. അതെ അതെ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏത് ബ്രാൻഡിനും ദർ ഈസ് എ സ്കോപ്പ് ഇൻ GCC മാർക്കറ്റ്. എന്തുകൊണ്ടാണ്? മലയാളികൾ തന്നെ അവിടെ ഉണ്ട്. ഈ മലയാളികൾ തന്നെ ഈ പ്രൊഡക്റ്റിന് ഓൾറെഡി അവെയർ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു നല്ല സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഇത് പറയും. കാരണം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര എൻഗേജ്ഡ് ആണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിൽ അപ്പൊ തന്നെ ഇടും. അപ്പൊ എന്താണ്, അപ്പൊ തന്നെ അവന്റെ ഫ്രണ്ട്സ് അത് കയറി വാങ്ങിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നെക്സ്റ്റ് ഡേ, ഇപ്പൊ UAE ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റും നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്യും, എവിടെ. അത് UAE സ്റ്റോർ ചെയ്തിട്ട് GCC ആണെങ്കിൽ വിത്തിൻ 3 days എവിടെയും ഡെലിവറി ചെയ്യാം. അതായത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള മാർക്കറ്റ്സും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.